സ്ട്രിക്റ്റ് ചേട്ടനായിരുന്നോ അതോ നമ്മൾ ഒരു ചേട്ടന്റെ സ്ഥാനം എടുക്കുമല്ലോ ചില ആൾക്കാർ ചില സമയത്ത്, അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ചേട്ടനായിരുന്നോ അതോ ഒരു സ്വാതന്ത്ര്യം തരുന്ന ചേട്ടനായിരുന്നു? ഇതെല്ലാം ഉണ്ട് ആൾക്ക്. അതായത് നല്ല ചില കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് ആണ് താനും, എന്നാൽ ചില സമയത്ത് ഭയങ്കര തമാശയും നമ്മളൊക്കെ ഉള്ളോട് ചേർത്ത് പിടിക്കും. നമ്മുടെയൊക്കെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ മനസ്സ് വിഷമിക്കും. അത് കഴിഞ്ഞ് അത് മാറ്റാൻ വേണ്ടി ആളെ എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ വന്ന് നമ്മളെ കൂട്ടിച്ചേർത്ത് പിടിച്ച് നമ്മളൊന്ന് ചിരിപ്പിച്ച് പോയാലാണ് ആൾക്ക് സന്തോഷമാവുള്ളൂ. അപ്പോൾ പറയേണ്ട കാര്യം കൃത്യമായിട്ട് പറയുകയും ചെയ്യും. എന്നാൽ ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടുകയും സ്നേഹിക്കാൻ അത്രയും മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന ഒരു എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛന് തുല്യമാണ്. കാരണം അച്ഛൻ വയ്യാണ്ടായതിനു ശേഷം നമ്മുടെ കുടുംബകാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ചേട്ടൻ. ഏകദേശം കലാഭവനിലേക്ക് കയറിയ കാലം മുതൽ ചേട്ടൻ നമ്മുടെ കുടുംബകാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒരു ഇളയ പെങ്ങളുടെ കല്യാണം കലാഭവനിലായിരിക്കുന്ന സമയത്താണ് ചേട്ടൻ നടത്തിയത്. അത് ഓർമ്മിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെങ്ങൾക്ക് മോതിരം കൊടുക്കണം അലീന്. അപ്പോൾ ആ മോതിരം വാങ്ങിക്കാൻ പൈസയില്ല. ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് കടം ചോദിച്ചിട്ടാണ് ഈ മോതിരം കിട്ടുക. അപ്പോൾ എത്രയോ പൈസ കൊണ്ടു കൊടുത്താലാണ് മോതിരം കിട്ടുള്ളതാണ്. അമ്പലത്തിൽ കെട്ട് നടക്കുകയാണ് ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രത്തിൽ. ഇളയ പെങ്ങളുടെ പേര് ശാരദ എന്നാണ്. അപ്പോൾ ഈ കെട്ട് കിടക്കുന്ന സമയത്ത് ചേട്ടൻ എത്തുന്നില്ല. കെട്ട് കഴിഞ്ഞിട്ട് ആകെ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുക എല്ലാവരും, എവിടെ പോയി ചേട്ടൻ. അവസാനം ചേട്ടൻ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഓടി ഈ മോതിരം വന്ന് അണിയിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതൊക്കെ അത്രയും അന്ന് മുതൽ ചേട്ടൻ ഒരു എന്താ പറയുക, കുടുംബം നോക്കുന്ന അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ്റെ സ്ഥാനം വഹിക്കുന്ന ഒരാളായിരുന്നു.